ഹായ് ഓൾ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ ഒരു സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ. നിങ്ങളിൽ പലരും റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള റെസിപ്പിയാണ് സ്വീറ്റ് ചട്ടിപ്പത്തിരിയാണ്. നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസ് മാത്രമേ വേണ്ടുള്ളൂ. നല്ല പെർഫെക്റ്റ് റെസിപ്പിയാണ്. ഒരു തവണയെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ നമുക്ക് ചട്ടിപ്പത്തിരിയിലേക്ക് ആവശ്യമായിട്ട് മാവൊന്ന് റെഡിയാക്കി എടുക്കാനായിട്ട് ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് 1.25 കപ്പ് അളവിൽ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 കപ്പ് അളവിൽ മൈദയും പിന്നെ 1 മുട്ടയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം ചേർത്തിട്ട് നമുക്ക് നല്ലപോലെ തന്നെ ഇതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ മാവ് അടിച്ചെടുത്തതിന് ശേഷം ഞാൻ ഈ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ലൂസിനാണ് കേട്ടോ നമ്മുടെ മാവ് വേണ്ടത്. ഓവർ ലൂസ് ആവാനും പാടില്ല, നല്ല തിക്കാവാനും പാടില്ല. നമുക്ക് ദോശയായിട്ട് ഇത് ചുട്ടെടുക്കണം. അപ്പോൾ നമുക്കിതെങ്ങനെ ചുട്ടെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു പാൻ ചൂടാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പാൻ നല്ലപോലെ ചൂടായതിന് ശേഷം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ദോശ മാവ് ഒഴിച്ചു കൊടുക്കുക. സാധാരണ നോർമലി ദോശ ചുട്ടെടുക്കുന്ന പോലെ ചുട്ടെടുക്കുക. മറിച്ചിട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഒരു സൈഡ് നല്ലപോലെ കുക്കായതിന് ശേഷം നമുക്കിത് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നിങ്ങൾ ദോശ ഇത് ചുട്ടെടുക്കുമ്പോൾ വേറൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ ഏതിലാണോ ചട്ടിപ്പത്തിരി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ആ ഒരു പാൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ട് വേണം കേട്ടോ ഇത് ദോശ ചുട്ടെടുക്കാനായിട്ട്. അതിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അളവ്. അപ്പോൾ റെഡി ആക്കി കഴിഞ്ഞാൽ സൈഡിലൊക്കെ ഇതുപോലെ വിട്ട് വരാൻ തുടങ്ങും. നിങ്ങൾക്കിതിൽ ക്ലിയർ ആവുന്നുണ്ടോ എന്നുള്ളത് അറിയില്ല. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്കിത് എടുക്കുക കേട്ടോ. കണ്ടില്ല, നല്ല നേരെ ദോശയായിട്ട് വേണേൽ ചുട്ടെടുക്കാനായിട്ട്. ഇനി ബാക്കിയുള്ളതും എനിക്ക് എത്രയാണോ ഈ ഒരു മാവിനെ കൊണ്ട് പറ്റുന്നത് അതിനനുസരിച്ചുള്ള ദോശ ഞാൻ ചുട്ടെടുക്കട്ടെ. അതുപോലെ തന്നെ വേറൊരു കാര്യം പറയാം, ചട്ടിപ്പത്തിരിയുടെ ഈ ഒരു തൊലി എന്ന് പറയുന്നത് 2 രീതിക്ക് ഉണ്ടാക്കുക. ഇതുപോലെ ദോശയാക്കിയിട്ട് ചുട്ടെടുക്കുക, അല്ലെങ്കിൽ ചപ്പാത്തി പരത്തുന്ന പോലെ പരത്തിയെടുത്തിട്ട് മാക്സിമം നേരിയതാക്കി പരത്തിയെടുത്തിട്ട് വാട്ടിയെടുത്തിട്ടും ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ടുള്ള മെത്തേഡ് ഈ ഒരു രീതിക്ക് ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇതും ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വാട്ടിയെടുത്തിട്ട് ചെയ്യാൻ താല്പര്യമുള്ളതാണെങ്കിൽ അങ്ങനെ ചെയ്തോളൂ കേട്ടോ. ഇതേ സെയിം അളവ് തന്നെ മാവൊക്കെ എടുത്തിട്ട് നല്ലപോലെ ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ കുഴച്ചെടുത്തതിന് ശേഷം നല്ലപോലെ മാക്സിമം നേരിയതാക്കി പരത്തിയിട്ട് ജസ്റ്റ് ഒന്ന് ചുട്ടെടുക്കുക. എന്നിട്ട് ഇതുപോലെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ ബാക്കിയുള്ള മുഴുവൻ ദോശ ഇതുപോലെ ചെയ്തെടുക്കട്ടെ. അപ്പോൾ നമുക്ക് ചട്ടിപ്പത്തിരി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഈ ഒരു പാനിലേക്ക് ഞാൻ 5 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു മഞ്ഞ പൊട്ടിയതാണ് കേട്ടോ. ഞാൻ ടോട്ടൽ 5 എടുത്തിട്ടുള്ളത്. അടുത്ത ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ 5 മുട്ടക്ക് 10 ടേബിൾ സ്പൂൺ മധുരം ചേർക്കുക കേട്ടോ. എങ്കിലും നല്ല മധുരമായിരിക്കും. ഞാനിപ്പോൾ ഒരു 8 ടേബിൾ സ്പൂണോളം മാത്രമേ ചേർക്കുന്നുള്ളൂ. കുറച്ചിട്ടാണ് ചേർക്കുന്നത്. പക്ഷേ അത്യാവശ്യം മധുരം ഉണ്ടെങ്കിലാണ് കേട്ടോ ചട്ടിപ്പത്തിരി ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ഏലക്ക പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അടുത്തത് ഒരു 2 നുള്ളോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂണോളം കരിഞ്ജീരകം ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത് സ്കിപ്പ് ചെയ്യാതെ നിർബന്ധമായിട്ടും ചേർക്കട്ടെ. എങ്കിലേ നമുക്ക് ട്രഡീഷണൽ ആയിട്ടുള്ള ആ ഒരു ചട്ടിപ്പത്തിരിയുടെ ടേസ്റ്റ് കിട്ടുകയുള്ളൂ. ഇത് നിർബന്ധമാണ്. അടുത്തത് 1 കപ്പ് അളവിൽ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഒഴിക്കുമ്പോൾ തന്നെ മനസ്സിലാവും അത്യാവശ്യം നല്ല കട്ടിയിൽ തന്നെ പിഴിഞ്ഞെടുക്കുക കേട്ടോ. എന്നിട്ട് നല്ലപോലെ തന്നെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ പഞ്ചസാരയും ഈ ഒരു മുട്ടയും എല്ലാം കൂടി ഒന്ന് നല്ലപോലെ മിക്സ് ആയിക്കോട്ടെ. ഇതിപ്പോൾ നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുക. ഇനി ഇതിലേക്ക് ചേർക്കേണ്ട കുറച്ച് കാര്യം കൂടി നമുക്കൊന്ന് ചെയ്തെടുക്കാം. ഞാനിവിടെ വേറൊരു പാൻ വെച്ച് കൊടുത്തിട്ട് ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂണോളം നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നെയ്യ് എടുക്കുമ്പോൾ നല്ല ഫ്ലേവറും മണമൊക്കെയുള്ള നെയ്യ് നോക്കിയിട്ട് എടുക്കുക കേട്ടോ. എങ്കിൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും ഈ ചട്ടിപ്പത്തിരിക്ക്. അപ്പോൾ 1.5 ടേബിൾ സ്പൂണാണ് ചേർത്തിട്ടുള്ളത്. ഇപ്പോൾ നെയ്യൊക്കെ നല്ലപോലെ ചൂടായതിന് ശേഷം ഞാൻ ഇതിലേക്കൊരു 6 ചെറിയ ഉള്ളി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അത്യാവശ്യം കളറ് മാറി വരാൻ തുടങ്ങുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഈ ഒരു ചട്ടിപ്പത്തിരിയിലേക്ക് അണ്ടിപ്പരിപ്പൊക്കെ കുറച്ച് അധികം ചേർക്കണം കേട്ടോ. എങ്കിലും ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. പിന്നെ കയ്യിലുള്ളതിനനുസരിച്ച് നോക്കിയിട്ട് ചേർക്കുക കേട്ടോ. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. എന്നിട്ട് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അത്യാവശ്യം നല്ലപോലെ കളറൊക്കെ മാറി വരട്ടെ. പിന്നെ വേറൊരു കാര്യം, ഈ ഒരു ചട്ടിപ്പത്തിരി എന്ന് പറയുന്ന ഐറ്റം നമ്മൾ ഓരോ ഏരിയയിൽ ഓരോ രീതിക്കാണ് കേട്ടോ ചെയ്യുന്നത്. ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും. പക്ഷേ ടേസ്റ്റിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ഓരോ ഉണ്ടാക്കുന്ന മെത്തേഡിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ അത്യാവശ്യം കളറ് മാറി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കളർ മാറിയതിന് ശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് മുന്തിരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുന്തിരി നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്കിവിടെ മുന്തിരി അത്രയ്ക്ക് ഇഷ്ടമില്ല, അതുകൊണ്ട് ഞാൻ കുറച്ചേ ചേർക്കുന്നുള്ളൂ. അപ്പോൾ ഇതൊക്കെ ചേർത്തിട്ട് നല്ലപോലെ തന്നെ ഒന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയും മതി കേട്ടോ. മുന്തിരിയൊക്കെ അത്യാവശ്യം വീർത്ത് വന്നതിന് ഉടനെ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക.
ഇനി നമ്മൾ റോസ്റ്റ് ചെയ്തിട്ടുള്ള ഐറ്റംസ് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മുട്ടയുടെ മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒട്ടും വേസ്റ്റ് ആക്കാതെ നെയ്യോട് കൂടി തന്നെ ഒഴിക്കുക എങ്കിലേ ഭയങ്കര ടേസ്റ്റ് ആയിട്ട് ഉണ്ടാവുള്ളൂ. എന്നിട്ട് ഉടനെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു മിക്സ് ഒഴിക്കുന്ന സമയത്തൊക്കെ ഭയങ്കര സ്മെല്ലൊക്കെ ആയിരിക്കും കേട്ടോ. നല്ലൊരു ഫ്ലേവറും കാര്യങ്ങളൊക്കെ ഇതിന് വരും. അപ്പോൾ നല്ലപോലെ തന്നെ ഇത് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ സ്റ്റൗ ഓൺ ചെയ്ത് കൊടുത്തതിന് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഏറ്റവും ചെറിയ തീയിലാക്കിയിട്ട് ലോ ഫ്ലെയിമിലാക്കിയിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഞാൻ ചെയ്ത് കൊടുക്കുന്ന പോലെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ട് നിൽക്കുക കേട്ടോ. മെല്ലെ എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇത് ഗ്യാസ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചൂട് തട്ടുമല്ലോ ഈ ഒരു പാത്രത്തിന്. ആ ഒരു സമയം നമ്മുടെ ഈ ഒരു മിക്സ് പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ട് നിന്ന് കഴിഞ്ഞാൽ പിരിഞ്ഞു പോവില്ല. ഫ്ലെയിം കൂട്ടി വെക്കാതെ നല്ലപോലെ ഒന്ന് ചൂടാക്കി എടുക്കുക കേട്ടോ. ഈ ഒരു മിക്സ് ചൂടായി വരുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് തന്നെ കുറുകി വരാൻ തുടങ്ങും. ഒരുപാട് കുറുകിയല്ല, ഒരു ചെറിയ രീതിക്ക് മുട്ടയുടെ കളറൊന്നും മാറി വരാൻ തുടങ്ങും. ആ ഒരു സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു മിക്സ് നന്നായിട്ട് ചൂടായി കിട്ടണമെന്നേ ഉള്ളൂ കേട്ടോ. നല്ലപോലെ ചൂടായി കിട്ടണം. അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് മധുരം ചെക്ക് ചെയ്തിട്ട് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ഇതാ നല്ലപോലെ ചൂടായിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടാവും ചെറിയ രീതിയിൽ മുട്ടയുടെ കളറൊക്കെ ഒന്ന് മാറി വരാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ ചട്ടിപ്പത്തിരി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അതിനായിട്ട് ഞാൻ ചുട്ട് വെച്ചിട്ടുള്ള ദോശ എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മുട്ടയുടെ മിക്സ് ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാനിലാണ് കേട്ടോ ഞാൻ ചട്ടിപ്പത്തിരി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ പാനിൽ ആദ്യം തന്നെ നല്ലപോലെ ഗീ തടവി കൊടുക്കണേ. സൈഡിലും ഇതുപോലെ മിഡിൽ ഭാഗത്തൊക്കെ നന്നായിട്ട് തന്നെ അത്യാവശ്യം തടവി കൊടുക്കുക. അപ്പോൾ അടിക്ക് പിടിക്കാതെ നല്ല ഒട്ടിപ്പിടിക്കാതെ കിട്ടിക്കോളൂ. ഇനി നമ്മൾ ചുട്ട് വെച്ചിട്ടുള്ള ദോശ കണ്ടില്ല, നല്ല നീരിയ ദോശയാണ് കേട്ടോ. ഇതുപോലെ പാനിൻ്റെ അടിഭാഗത്തായിട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതുപോലെ പാത്രത്തിൻ്റെ കറക്റ്റ് അളവ് തന്നെ നിങ്ങൾ ചുട്ടെടുക്കുന്ന ദോശ റെഡിയായി കഴിഞ്ഞാൽ നല്ല മുഞ്ചിൽ കിട്ടും കേട്ടോ നമുക്ക്. എന്നിട്ട് ഒരു ലെയർ ദോശ വെച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ ദോശ കവർ ചെയ്യുന്ന രീതിയിൽ നമ്മുടെ ഈ ഒരു മുട്ടയുടെ മിക്സ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് വീണ്ടും അതിൻ്റെ മുകളിൽ ദോശ വെച്ച് കൊടുക്കുക. വീണ്ടും മുട്ടയുടെ മിക്സ്. അങ്ങനെ ഇതുപോലെ നിങ്ങൾ എത്ര ദോശ ചുട്ടിട്ടുണ്ടോ അതിനനുസരിച്ച് ലെയർ ചെയ്തിട്ട് ആ ഒരു മുട്ടയുടെ മിക്സ് തീരുന്നവരെ ലെയർ ചെയ്ത് വെച്ച് കൊടുക്കുക കേട്ടോ. സിമ്പിളല്ലേ ചെയ്യാൻ പരിപാടി, ഇത്രയേ ഉള്ളൂ കാര്യമായിട്ട്. പിന്നെ കുക്കിംഗ് ടൈം കുറച്ചധികം വേണമെന്നേ ഉള്ളൂ, ബാക്കിയൊക്കെ കാര്യങ്ങൾ സിമ്പിളാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാൻ മുഴുവനായിട്ടും ചെയ്തെടുക്കട്ടെ. അപ്പോൾ ഇതാ മുഴുവൻ ചട്ടിപ്പത്തിരി ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ദോശയൊക്കെ ലെയർ ചെയ്ത് നമ്മുടെ മുട്ടയുടെ മിക്സ് തീരുന്നത് വരെ ഞാൻ ഇതുപോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇതുപോലെ ആയിരിക്കണം. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ഒരു കത്തി വെച്ച് ജസ്റ്റ് ഒന്ന് എല്ലാ സൈഡും ഒന്ന് കുത്തി കൊടുത്തതിന് ഇത് വേവുന്ന സമയത്ത് ഒരു എയർ കുടുങ്ങിയ പോലെയായിട്ട് ബബിൾസ് വരും മേലയിൽ. അപ്പോൾ ഇതുപോലെ കുത്തി കൊടുത്തതിന് അങ്ങനെ ഉണ്ടാവില്ല കേട്ടോ. ഇനി നമുക്കിത് അടച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഫ്ലെയിം ഓൺ ചെയ്ത് വെച്ച് കൊടുത്ത് അടിയിലൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ, പഴയ പാന്. അപ്പോൾ ആ ഒരു അടിയിലുള്ള പാൻ ആദ്യം തന്നെ ഹൈ ഫ്ലെയിമിലിട്ട് നല്ലപോലെ ചൂടാക്കി എടുക്കുക ഒരു 5 മിനിറ്റോളം. എന്നിട്ട് ഫ്ലെയിം നല്ലപോലെ കുറച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ടൊരു 35-40 മിനിറ്റ് എന്തായാലും വേണം കേട്ടോ ഇത് വേവാനായിട്ട്. കാരണം മുട്ടയുടെ ഈ ഒരു ലിക്വിഡ് മിക്സ് ആണല്ലോ ഇത്. അപ്പോൾ അത് നല്ലപോലെ കുക്കാവാൻ സമയം എടുക്കുന്നുണ്ട്. ഒരു 35-40 മിനിറ്റ് ചുരുങ്ങിയത് വേണം. പിന്നെ ഫ്ലെയിമിൻ്റെ വ്യത്യാസത്തിനനുസരിച്ച് അരമണിക്കൂർ കൊണ്ടൊക്കെ റെഡി ആവും. അപ്പോൾ നമുക്ക് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നോക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ ഇതിപ്പം കറക്റ്റ് 40 മിനിറ്റാണ് കേട്ടോ എനിക്ക് വേവാൻ എടുത്തിട്ടുള്ള സമയം. നിങ്ങൾക്ക് മുകൾ ഭാഗമൊക്കെ കാണുമ്പോൾ മനസ്സിലാവും നല്ലപോലെ ആറി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സൈഡൊക്കെ ചെറുതായിട്ട് വിട്ട് വന്നിട്ടുണ്ടാവും. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് അറിയില്ല. കണ്ടില്ലേ, ഇതുപോലെ മുട്ടി കൊടുക്കുന്ന സമയത്ത് ഇളകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പാനിലേക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ ഒരു പാനിലേക്ക് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പാനിൽ നല്ലപോലെ നെയ്യൊന്ന് തടവിയിട്ട് വേണം തിരിച്ചിട്ട് കൊടുക്കാനായിട്ട്. എന്നിട്ട് മുകൾ ഭാഗം കൂടി ചെറിയ രീതിക്കൊന്ന് കളറൊന്ന് മാറി വരുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ എൻ്റെ ഇപ്പം കണ്ടില്ല, ഒട്ടും അടിയിലൊന്നും അടിക്ക് പിടിച്ചിട്ടും ഒന്നുമില്ല. അപ്പോൾ ഇതിലും കുറച്ചും കൂടി ഡാർക്ക് ബ്രൗൺ കളറായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചൊന്ന് തീ കൂട്ടി വെച്ചാൽ മതി കേട്ടോ ലാസ്റ്റ് സെറ്റായതിന് ശേഷം. അപ്പോൾ ഈ ഒരു സൈഡ് നമുക്കൊരു 5 മിനിറ്റ് ഒന്ന് ചെറിയ രീതിക്കൊന്ന് കളർ മാറിക്കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ ഏതാണ്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ചട്ടിപ്പത്തിരി സെറ്റായി വന്നിട്ടുണ്ട്. സിമ്പിളല്ലേ ചെയ്യാനായിട്ട്. അപ്പോൾ ഇതിലും കുറച്ചും കൂടി ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി സമയം അധികം വെച്ചാൽ മതി കേട്ടോ, പ്രശ്നമൊന്നുമില്ല. അതുപോലെ തന്നെ വേറൊരു കാര്യം പറയാൻ പറ്റും, ചിലവർ ഈ ഒരു കരിഞ്ജീരകത്തിന് പകരമായിട്ട് കസ്കസ് യൂസ് ചെയ്യുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ഓരോ ഏരിയയിൽ ഓരോ രീതിക്കാണ് കേട്ടോ ഉണ്ടാക്കുക. പക്ഷേ ഇത് ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഇത് കട്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇതാ നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള ചട്ടിപ്പത്തിരി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഞാൻ കട്ട് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലായിട്ടില്ലേ, കാണുന്നില്ല, നല്ല സോഫ്റ്റാണ്. അതുപോലെ തന്നെ കഴിക്കാനൊരു പ്രത്യേക ഫ്ലേവറാണ് കേട്ടോ, കരിഞ്ജീരകത്തിൻ്റെ ഒക്കെ ഫ്ലേവർ വന്നിട്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള കാര്യം മറക്കല്ലേ. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്